ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിയുള്ള ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അപ്പോൾ ഒന്നും ചുട്ടെടുക്കാതെ തന്നെ സമൂസ ഷീറ്റ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നൊരു ചട്ടിപ്പത്തിരി ആട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കതിനായിട്ടൊരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1-2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ ഫില്ലിങ്സ് റെഡിയാക്കുന്ന പോലെ തന്നെയാണ്. നമുക്കിവിടെ മസാലയൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ അതിനോട്ട് ഇത്തിരി ക്യാരറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പീസ്, അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഓപ്ഷനിലാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ടൊമാറ്റോ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ചെറിയ പീസ് തൊലിയൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മസാലകൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ഇത്തിരി മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഓവറായിട്ടൊന്നും വേണ്ട, ചെറിയ അളവിൽ മതി. കുരുമുളക് പൊടി കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതുപോലെ ഞാനിതിലേക്ക് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ മസാല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക. സാധാരണ ഏത് ഫില്ലിങ്സ് വേണമെങ്കിലും ചെയ്തെടുക്കുക. അപ്പോൾ ഇത്തിരി ചിക്കൻ മസാല കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് ചേർക്കുന്നത് ചിക്കനാണ്. ചിക്കൻ ആദ്യം ബോൺലെസ് ചിക്കൻ നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഒക്കെ ചേർത്തിട്ട് ജസ്റ്റ് കുക്ക് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാട്ടോ. ഒരുപാടങ്ങ് ക്രഷ് ആക്കരുത്. ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമുക്കത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫൈനലി ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഒരു ബൗളിൽ 3 എഗ്ഗും അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം അതിലോട്ടൊരു 3-4 ടീസ്പൂണോളം മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് സെറ്റാക്കി എടുക്കാം. ശേഷം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ബൗളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കുക കേട്ടോ, ചൂട് കട്ടിയുള്ള. എന്നിട്ട് നമുക്ക് നമ്മുടെ എഗ്ഗിൻ്റെ മിശ്രിതത്തിൽ ഓരോ ഷീറ്റും മുക്കി എടുത്തിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ പണി, അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ ലെവൽ ചെയ്ത് ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയും സിമ്പിളാണ് ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ശേഷം നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കൂട്ടുണ്ടല്ലോ, അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ലെയർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ലെയറാണോ വേണ്ടത് അത്രയും നമ്മൾ ഇതേ പ്രോസസ്സിങ് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇതുപോലെ ഓരോ ലെയറും ഇതുപോലെ മസാല ഒക്കെ ഇട്ടിട്ട് ലെയർ ചെയ്ത് വെച്ചിട്ട് ഇനി ഫൈനലി ഞാനൊരു 3 എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷനിലാണ്, വെറുതെ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലും ഒരു ലെയർ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ഫൈനലി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെയെല്ലാം ഫില്ല് ചെയ്യാനുണ്ട് അവിടെയൊക്കെ ഓരോ ഷീറ്റിൻ്റെ പീസ് എടുത്തിട്ട് ഫില്ല് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള എഗ്ഗിൻ്റെ കൂട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ടൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് മല്ലിയില അതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നേരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുക്കരുത്. അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഫ്രൈ പാനിൽ നമുക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് അങ്ങനെയും കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഒരു സൈഡ് കുക്ക് ആയതിനു ശേഷം ഞാനിത് ഇതുപോലെ മറ്റൊരു പാനിലോട്ട് മറിച്ചിട്ടിട്ട് ആ സൈഡും നല്ലപോലെ ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ. മറ്റേത് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അപ്പമൊക്കെ റെഡിയാക്കി അത് വേറെ തയ്യാറാക്കിയിട്ടൊക്കെ വേണ്ട ചെയ്തെടുക്കാനായിട്ട്. ഇത് ഷീറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് മസാല പെട്ടെന്ന് ഉണ്ടാക്കുക, ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ശേഷം നമുക്കിത് നല്ലപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.